ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് SSLC കെമിസ്ട്രീൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ഇംഗ്ലീഷും മലയാളം മീഡിയത്തിൻ്റെ ആൻസർ കീ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിൻ്റെ ആൻസർ കീ വേണമെങ്കിലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ആക്ടിനോയിഡുകൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഗ്ലിസറോൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഫ്ലോട്ടേഷൻ ഇല്ലെങ്കിൽ പ്ലവന പ്രക്രിയ. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അമോണിയ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് H2. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് നിക്രോം ആണ്. ബിന്റെ ആൻസർ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും അതേപോലെ നിക്രോമും വരുന്നുണ്ട്. പിന്നെ ഏഴാമത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ്. അത് നമുക്കറിയാലോ, MNന് X കൊടുക്കുക, കണ്ടുപിടിക്കേണ്ടത് X കൊടുക്കുക. അപ്പോൾ (2x + -2 × 3 = 0). അപ്പോൾ നമുക്ക് 2x = 6 എന്ന് കിട്ടും, x = 3 എന്നും കിട്ടും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് വരുന്നത്. ഇനി ബിന്റെ ആൻസർ നോക്കാം. ബിന്റെ ആൻസർ വരുന്നത് ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ ഔട്ടർമോസ്റ്റ് S subshell and the penultimate D subshell is very small. Under suitable conditions, the electrons in D subshell also take part in chemical reactions. Hence, it shows variable oxidation states. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ S സബ്ഷെല്ലിൻ്റെയും തൊട്ടുള്ളിലെ D സബ്ഷെല്ലിൻ്റെയും ഊർജത്തിൽ നേരിയ വ്യത്യാസം മാത്രമേയുള്ളൂ. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലെ D ഇലക്ട്രോണുകളും പങ്കെടുക്കുന്നു. ഇനി എട്ടാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് ആൽക്കീൻ. ഇനി ബി വരുന്നത് ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺ വരയ്ക്കാനാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 4 കാർബണും 8 ഹൈഡ്രജനും വരുന്ന രീതിയിൽ വരയ്ക്കണം. പിന്നെ വേണമെങ്കിൽ CH2 എന്ന് കൊടുത്താലും പ്രശ്നമില്ല. ഇവിടെ തന്നെ CH2 എന്ന് കൊടുത്തിട്ട് എല്ലാത്തിലും CH2 എന്ന് കൊടുത്തിട്ട് എഴുതിയാലും അങ്ങനെ വരച്ചാലും പ്രശ്നമില്ല. ഇനി ഒമ്പതാമത്തേൽ എന്റെ ആൻസർ വരുന്നത് 180m ആണ്. നമുക്കറിയാം, ബോയിൽസ് ലോ ആണ് ഇത് പറഞ്ഞത്. P × V = a കോൺസ്റ്റന്റ് എന്ന് നമുക്കറിയാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 × 2 4 വരും. അങ്ങനെയാണെങ്കിൽ 4 ലിറ്റർ ആക്കി കഴിഞ്ഞാൽ 180m ആയിരിക്കും പ്രഷർ. ഇനി ബിന്റെ ആൻസർ അത് ഞാൻ പറഞ്ഞു, ബോയിൽസ് ലോ, ബോയിൽ നിയമം. ഇനി പത്താമത്തേൽ എന്റെ ആൻസർ വരുന്നത് ഇതാണ്, CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് COO സിംഗിൾ ബോണ്ട് CH3 ഇങ്ങനെയാണ് വരുന്നത്. അത് എസ്റ്റർ ആയതുകൊണ്ട്. പിന്നെ കോമ്പോണൻസ് ചോദിച്ചിട്ടുണ്ട്. CH3 സിംഗിൾ ബോണ്ട് OH അതേപോലെ CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് COOH ആണ് കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇനി 11ാമത്തേൽ എന്റെ ആൻസർ വരുന്നത് കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ. ഇനി ബിന്റെ ആൻസർ വരുന്നത് V2O5 ഇല്ലെങ്കിൽ വനേഡിയം പെൻഡോക്സൈഡ് എന്ന് എഴുതിയാലും മതി. സിന്റെ ആൻസർ വരുന്നത് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ്സ് H and O in the form of water from sugar. സൾഫ്യൂരിക് ആസിഡിന്റെ നിർജ്ജലീകരണ ഗുണം പഞ്ചസാര ഇല്ലെങ്കിൽ C12H22O11ലെ Hനെയും Oനെയും ജലത്തിന്റെ രൂപത്തിൽ ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ട് കാർബൺ കാണുന്നത് കൊണ്ടാണ് ബ്ലാക്ക് കളറ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി 12ാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് കോപ്പർ. ബിന്റെ ആൻസർ വരുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് ലായനി ഇല്ലെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ ഇല്ലെങ്കിൽ സിൽവർ സയനൈഡ് ലായനി എന്ന് എഴുതിയാലും മതി. ഇനി സി പോസിറ്റീവ് ഇലക്ട്രോൺ, അതായത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് എഴുതാൻ പറഞ്ഞത്. Ag ആണ് ആനോഡിൽ അല്ലെങ്കിൽ സിൽവർ. അപ്പോൾ Ag gives Ag 1 electron and Ag+ ആയിട്ട് മാറും.
ഇനി 13ാമത്തത് കാർബൺ ആറ്റംസിൻ്റെ എണ്ണം വരുന്നത് 6 ആണ്. ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 ആണ് കിട്ടുന്നത്. ഇനി ബ്രാഞ്ചിൻ്റെ പേരാണ് ബി ചോദിച്ചത്, ഇത് മീഥേൻ. ഇനി സി IUPAC നെയിം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടുന്നുണ്ട്, അതാണ് ചെറിയ പൊസിഷൻ കൊടുക്കണം. അപ്പോൾ 3 മീഥേൻ ഹെക്സെയിൻ എന്ന് കിട്ടും. ഇനി 14ാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് ബോക്സൈറ്റ്, ബിന്റെ ആൻസർ വരുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റിന്റെ ഒരു ബോക്സ് തന്നെ ഉണ്ട്, അതന്നെ വരച്ച് വെക്കുക. അതായത് ബോക്സൈറ്റ് ലീച്ചിങ് വഴിയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഡിസോൾവ്ഡ് ഇൻ NaOH സൊല്യൂഷൻ, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ സോഡിയം അലുമിനേറ്റ് കിട്ടുന്നു, NaAlO2. ടു ദ ഫിൽറ്റേർഡ് സൊല്യൂഷൻ പ്രസിപ്പിറ്റേറ്റ് AlOH ത്രൈസ്, ഇല്ലെങ്കിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് precipitate and water are added and stirred well. അപ്പോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു, കൂടുതൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു. ദ precipitate is separated, filtering, washed and well and strongly heated and alumina കിട്ടുന്നു, Al2O3. അതായത് ബോക്സൈറ്റ് ചൂടുള്ള NaOH ലായനിയിൽ ഇടുന്നു, അപ്പോൾ സോഡിയം അലുമിനേറ്റ് ഉണ്ടാകുന്നു. ലായനിയിൽ നിന്ന് അപദ്രവ്യങ്ങൾ അരിച്ചു മാറ്റുന്നു, വളരെ കുറച്ച് AlOH ത്രൈസ് ചേർത്ത് ജലമൊഴിക്കുന്നു, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. അവശിപ്തം വേർതിരിച്ച് നന്നായി കഴുകിയ ശേഷം ശക്തിയായി ചൂടാക്കുന്നു, അപ്പോൾ നമുക്ക് അലുമിന കിട്ടും. ഇനി 15ാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് CH3 സിംഗിൾ ബോണ്ട് CH3 ആണ്. ബിന്റെ ആൻസർ വരുന്നത് CH3 സിംഗിൾ ബോണ്ട് CHCl സിംഗിൾ ബോണ്ട് CH2Cl, ഇങ്ങനെയാണ് വരുന്നത്. ഇനി സിന്റെ ആൻസർ വരുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. ഇനി 16ാമത്തതാണ്. അതിൽ അറ്റോമിക് നമ്പർ ആണ് ചോദിച്ചത്, 26. ഹയസ്റ്റ് എനർജി ഉള്ള സബ്ഷെല്ല് 3D. ഇനി പീരീഡ് നമ്പർ 4 ആണ് വരുന്നത്. ഗ്രൂപ്പ് നമുക്കറിയാം ഡി സബ്ഷെൽ ആയതുകൊണ്ട് തന്നെ 6 + 2 ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഡി ബ്ലോക്ക് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് 8 ഗ്രൂപ്പ് നമ്പർ എന്ന് കിട്ടും. ഇനി 17ാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് ഈതർ, ബിന്റെ ആൻസർ വരുന്നത് C3H8O. ഇനി സിന്റെ ആൻസർ വരുന്നത് മിഥോക്സി ഈഥെയ്ൻ ആണ്. ഡിന്റെ ആൻസർ വരുന്നത് നാച്ചുറൽ ഫോർമുല ഓഫ് ഫങ്ഷണൽ ഐസോമർ ആണ്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് OH വെച്ചിട്ട് ചെയ്യാം. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് OH എന്ന് കിട്ടും. ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ എഴുതാം. ഈ ഒരു രീതിയിലും CH3 സിംഗിൾ ബോണ്ട് CH ഈടെ ബ്രാഞ്ച് പോലെയും നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുത്തിട്ട് എഴുതാവുന്നതാണ്. ഇനി 18ാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് വോളിയം 22.4 ലിറ്റർ. ഇനി ബി വോളിയം കണ്ടുപിടിക്കാനാണ്. 68 ഗ്രാം അമോണിയൻ്റെ STP. അപ്പോൾ ഫസ്റ്റ് മോള് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 68 / 70 നമുക്ക് 4 മോൾ എന്ന് കിട്ടും. അപ്പോൾ മോൾ എണ്ണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കാം. മോൾ ഇൻറ്റു 22.4 ചെയ്യുമ്പോൾ നമുക്ക്, അതായത് 4 × 22.4 89.6 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. സി അതാണ് ചോദിച്ചത്. 4 × Na മോളിക്യൂൾസ്, ഇല്ലെങ്കിൽ 4 × 6.022 × 10⁻23 മോളിക്യൂൾസ് എന്നും കൊടുക്കാം. ഇനി 19ാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് ദ സിസ്റ്റം അറ്റൈൻസ് ഇക്വിലിബ്രിയം when rate of forward reaction becomes equal to rate of backward reaction. അതായത് ഒരു രാസപ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെ രാസസന്തുലനാവസ്ഥ എന്ന് പറയുന്നു. ഇനി ബിന്റെ ഒന്നാമത്തെ ആൻസർ വരുന്നത് ഉൽപ്പന്നങ്ങളുടെ അളവ് കുറയുന്നു. ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഡിക്രീസസ്. രണ്ടാമത്തെ ആൻസർ വരുന്നത് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. ഉൽപ്പന്നങ്ങളുടെ അളവ് കൂടുന്നു. മൂന്നാമത്തെ ആൻസർ വരുന്നത് ഉൽപ്പന്നങ്ങളുടെ അളവ് കൂടുന്നു. ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. ഇനി 20ാമത്തേല് എന്റെ ആൻസർ വരുന്നത് കോപ്പറും സിൽവറും എഴുതാം. ബിന്റെ ആൻസർ വരുന്നത് മെഗ്നീഷ്യം ആൻഡ് സിങ്ക്. സിന്റെ ആൻസർ വരുന്നത്
ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് റിയാക്ടിവിറ്റി കൂടിയതാണ്, അപ്പോൾ സിങ്ക് ആണ് ആനോഡായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ആൻസർ, അതായത് ഇക്വേഷൻ വരുന്നത് റിഡക്ഷൻ ആണ് നടക്കുന്ന കാഥോഡിൽ. അപ്പോൾ Fe2++2 ഇലക്ട്രോൺ ഗിവ്സ് Fe. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.